ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവയാനി സംസാരിച്ച് പോയി കഴിയുമ്പോഴേക്കും ദേവയാനി പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാനാകാതെ ശ്രേയ ഹൈമവതിയോട് പറഞ്ഞു, ആന്റി പറയുന്നത് പോലെ സദാസമയം 24 മണിക്കൂറും നമുക്ക് അവരുടെ പിന്നാലെ നടക്കാൻ കഴിയുമേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഗംഗ അവള് പഠിച്ച കള്ളിയാണ്. അവൾ നമ്മളെ നല്ല ആരെയും അവൾ നമ്മുടെ കണ്ണു വെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ശ്രേയ ഹൈമവതിയോട് പറയുന്നു. അതുകൊണ്ട് അവളെ എങ്ങനെയാ പൂട്ടേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതും ഹൈമവതി പറഞ്ഞു, അവളെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. അവളെ ജീവനോടെ വെച്ചേക്കരുത്, അതാണ് വേണ്ടത് എന്ന് ഹൈമവതിയും ശ്രേയയോട് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഗംഗ കുളി കഴിഞ്ഞ് ശ്രീ മഹേഷിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. മഹിയേട്ടനും മാളുവിനും ആപത്തൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം താലിയിൽ ഭസ്മം തൂക്കുന്ന ആ സമയത്ത് അവിടേക്ക് ശ്രേയ എത്തുന്നു. ശ്രേയ അവിടെ നിന്ന് ഗംഗ പ്രാർത്ഥിക്കുന്നതും ഗംഗ താലിയിൽ ആ ചന്ദനം തൊട്ട് വെക്കുന്നതുമൊക്കെ കണ്ടതോടെ ശ്രേയ മനസ്സിൽ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാ നീ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു വരേണ്ടിയിരുന്നത്. മഹിയേട്ടന്റെ ഭാര്യയായി ഈ കുടുംബത്ത് നിൽക്കേണ്ടത് ഞാനായിരുന്നു. ഇവിടുത്തെ ജോലിക്കാരിയുടെ സ്ഥാനത്ത് വന്നവള് അവസാനം വീട്ടുകാരിയായി മാറിയില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രേയ കുശുമ്പോടെ ഗംഗയെ നോക്കുന്നു. അപ്പോഴേക്കും ഗംഗയുടെ സ്ഥാനത്ത് മഹിയ ഇട്ട താലിയുമായി ശ്രേയ നിന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രേയ മനക്കണ്ണിൽ കാണുന്നു. ശ്രേയ ആ നിമിഷം പ്രാർത്ഥിച്ചത്, മഹിയേട്ടനും എനിക്കും ഒരാപത്തും വരുത്തരുത്, എന്റെ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കണേ, ഒരെണ്ണത്തിനും ഒരു ഗതിയും ഉണ്ടാക്കി കൊടുക്കരുതേ എന്റെ ഈശ്വര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് താലി തൊട്ട് തന്റെ കണ്ണിലെല്ലാം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സിന്ദൂരവും ഭസ്മവും ഒക്കെ ആ താലിയിലുമൊക്കെ തൊട്ട് വീണ്ടും പ്രാർത്ഥനയോടെ നിൽക്കുന്ന ശ്രേയയെ ഓർത്തുകൊണ്ട് ശ്രേയ താൻ ആ സ്ഥാനത്ത് നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷവും അന്ന് ആ സ്ഥാനം താൻ അലങ്കരിച്ചിരിക്കുന്നതുമൊക്കെ ഓർത്തങ്ങനെ സന്തോഷങ്ങൾ നിൽക്കുമ്പോൾ അതുവഴി എത്തിയ ഹൈമവതി ശ്രേയയുടെ പുഞ്ചിരിയൊക്കെ കണ്ട് അരികിലേക്ക് വന്ന് ചോദിച്ചു, എന്താ ഒരു ചിരിയൊക്കെ മുഖത്ത്, എന്താലോചിച്ച് നിൽക്കുക എന്ന് ചോദിച്ചതും ശ്രേയ പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ ദാ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഒരു കുലസ്ത്രീ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് താലിയിൽ പ്രസാദമൊക്കെ തൊട്ടു കൊടുത്ത് നിൽക്കുന്ന കണ്ടില്ലേ. ഞാൻ പെട്ടെന്ന് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് അന്ന് ആലോചിച്ചു പോയതാണ്. ഞാൻ ആ സ്ഥാനത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാണെന്ന് പറഞ്ഞത്. ഉടനെ ഹൈമവതി പറഞ്ഞു, ചിന്തിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവളുടെ കഴുത്തിൽ കിടക്കുന്നത് മഹി കെട്ടിയ താലിയാണ്. ആ താലി നിന്റെ കഴുത്തിൽ കൊണ്ടുവരാൻ എന്താ പോംവഴിയെന്നാണ് നീ ആലോചിക്കേണ്ടത് എന്ന് ശ്രേയയുടെ ഹൈമവതി പറഞ്ഞതും ശ്രേയ പറഞ്ഞു, അത് തന്നെയാ ഞാൻ ആലോചിച്ചതമ്മേ. ആ താലി എന്റെ കഴുത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ചാ ഞാനും ചിന്തിച്ചത്. കുറെ വഴികളെ ഞാനും ആലോചിച്ചു. അവളെ ഇല്ലാതാക്കണം, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി എനിക്ക് പൊട്ടിക്കണം, അവ തന്നെയാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഗംഗ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആ താലി വീണ്ടും ഒന്നുകൂടി തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കണ്ണിലുമെല്ലാം ഒന്ന് തൊടിച്ചതിന് ശേഷം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട് ശ്രേയ ഹൈമവതിയെ നോക്കി പുഞ്ചിരിച്ചു. ഉടനെ ശ്രേയയോട് ഗംഗ ചോദിച്ചു, എന്ത് പറ്റി ശ്രേയച്ചി, ശ്രേയച്ചി എന്നിങ്ങനെ നോക്കുന്നത്? അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, ഞാൻ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നോക്കിയതാ എന്ന് പറഞ്ഞതും ശ്രേയ അങ്ങനെ പറഞ്ഞത് കേട്ട് ഗംഗ സംശയത്തോട് ചോദിച്ചു, എന്താ ശ്രേയച്ചി, താലിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, അതെ, ഗംഗ താലി പൂജിക്കുന്ന കണ്ടപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു, താലിയൊക്കെ യഥാവിധി പൂജിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താലി പൊട്ടിപ്പോകുന്ന കാര്യവും ഓർക്കുക. താലി പൊട്ടുന്നതും താലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നതുമൊക്കെ നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാകാനും ആ ബന്ധം തകരാനുമൊക്കെയുള്ള കാരണങ്ങളായി മാറും എന്ന് ശ്രേയ പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, അക്കാര്യം ഓർത്ത് ശ്രേയസി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ താലി ഞാൻ സൂക്ഷിച്ചോളാം ശ്രേയസി, എന്റെ താലി പൊട്ടിപ്പോകാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്നെയും മഹിയേട്ടനെയും അങ്ങനെ ആർക്കും അകറ്റാനും കഴിയില്ല, അങ്ങനെ പിരിക്കാനുമാവില്ല എന്ന് ഗംഗ പറഞ്ഞത് കേട്ട് ശ്രേയ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല, ഞാനത് കണ്ടപ്പോ എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ശ്രേയ പറഞ്ഞത് ഗംഗ ശ്രേയ നോക്കി ചിരിച്ചുകൊണ്ട്, ഞാൻ പോട്ടെ, ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ശ്രേയ അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ഗംഗ അകത്തേക്ക് പോകുന്നത് കണ്ട് ശ്രേയ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയും ഹൈമവതിയോട് ശ്രേയ പറഞ്ഞു, അവളുടെ ആ ചിരി എനിക്ക് മായ്ക്കണം അമ്മേ, അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം ഇല്ലാതാക്കണം, അവളെ തന്നെ എനിക്ക് ഇല്ലാതാക്കണം എന്ന് ഗംഗയെക്കുറിച്ച്
ശ്രേയ പറയുമ്പോ ഹൈമവതി പറഞ്ഞു, അതിനുള്ള പോംവഴി എന്താണെന്ന് നീ ആലോചിക്ക്. ഉടനെ ശ്രേയ ഹൈമവതിയോട് അറിയിച്ചു, ഞാൻ അതിനുള്ള പോംവഴിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടമ്മേ, കുറേയേറെ വഴികളുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ ഹൈമവതി പറഞ്ഞു, അതിനെന്താ വേണ്ടെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോ ശ്രേയ അറിയിച്ചു, ആ നകുലിനെ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. ഇതിനോടകം അവന്റെ ബോസ് അവനെ കൊന്നു തള്ളിയിട്ടുണ്ടാകും. അതല്ലാതെ മറ്റു പല വഴികളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ശ്രേയ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, പല വഴികൾ കാണുകയല്ല, ഫലവത്തായ ഒറ്റ ഒരു വഴി മാത്രം മതി, അതാണ് വേണ്ടത്, അവളെ ഇല്ലാതാക്കാൻ പറ്റിയ വഴി എന്ന് പറയുമ്പോൾ ശ്രേയ ഗുരുവമ്മയുടെ ആശ്രമത്തെ കുറിച്ച് ഓർമ്മിച്ചു. അതിനുശേഷം ഗുരുവമ്മയുടെ ആശ്രമത്തിലേക്ക് എത്തി. ഗുരുവമ്മയുടെ ശിഷ്യ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഗുരുവമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആ ശിഷ്യ ഗംഗയെ തകർക്കുന്നതിനും ഗൗരിയെ തളയ്ക്കുന്നതിനും എല്ലാമായിട്ടുള്ള പ്രതിവിധിയെക്കുറിച്ച് ഗുരുവമ്മ പറഞ്ഞ കാര്യങ്ങൾ ആ ശിഷ്യ ശ്രേയയെ അറിയിക്കുന്നു. ഗുരുവമ്മയെ ഞാൻ വിളിച്ചിരുന്നു. ശ്രേയ വിളിച്ചതിന് ശേഷം ഗുരുവമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഗൗരിയെ തളയ്ക്കാൻ പറ്റുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിന് ഗുരുവമ്മ പറഞ്ഞ ആ ഒരു ദിവസം വന്നെത്തണം, അല്ലാതെ ഒരു കാരണവശാലും ഗൗരിയെ തളയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയിച്ചു. ശ്രേയ പറഞ്ഞു, അതിന് അത്രയും നാൾ കാത്തിരിക്കാൻ എനിക്ക് ആവില്ല. അതിനു മുൻപ് തന്നെ എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഉണ്ടാക്കി തരണം. ആ ഗംഗയെ എനിക്കില്ലാതാക്കണം എന്ന് പറഞ്ഞപ്പോ ആ ശിഷ്യ അറിയിച്ചു, അതിന് ഒരു പോംവഴിയുള്ളൂ. ഇപ്പോ നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ ആ ഗൗരി തകർക്കും. കാരണം ഗുരുവമ്മ പറഞ്ഞ ആ ദിവസം എത്തുന്നത് വരെ അവളെ സ്വതന്ത്രമായി പോകാൻ അനുവദിക്കുക എന്ന് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. പിന്നെ ആകെ ഒരു പോംവഴിയുള്ളത് ഒറ്റയൊരു കാര്യമാണ് എന്ന് പറഞ്ഞ ശ്രേയയ്ക്ക് ആ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു ശിഷ്യ. അതെല്ലാം കേട്ടതിന് ശേഷം ശ്രേയ പറഞ്ഞു, മതി, ഇത് മാത്രം മതി, ഗംഗയെ ഇല്ലാതാക്കാൻ എനിക്ക് ഈ ഒറ്റ വഴി മതി എന്ന് പറഞ്ഞ് ശ്രേയ അവിടുന്ന് പുറപ്പെട്ടു. നേരെ കൈലാസത്തിലെത്തിയതിനു ശേഷം ദേവയാനിയുമൊത്ത് രാഹുലിന്റെ അരികിലേക്ക് എത്തി. ഇരുവരും ശ്രേയയുടെ ആവശ്യം കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ നിനക്കെന്ത് സഹായമാ ചെയ്യാൻ കഴിയുക എന്ന് രാഹുലിനോട് അന്വേഷിച്ചു. എല്ലാം കേട്ടതിന് ശേഷം രാഹുൽ പറഞ്ഞു, അതിനു പറ്റിയ ഒരാള് എനിക്കറിയാം, അത് ശ്രേയ വിചാരിച്ചാൽ പക്ഷെ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞതും ശ്രേയ പറഞ്ഞു, അതെനിക്കറിയാവുന്നത് കൊണ്ടാണ് രാഹുലിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിയെങ്കിൽ തന്നെ പിന്നീട് അയാൾ ഇത് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് ഞാൻ രാഹുലിന്റെ സഹായം തേടി വന്നത് എന്ന് ശ്രേയ പറയുമ്പോ ദേവയാനി പറഞ്ഞു, എല്ലാം സൂക്ഷിച്ചു വേണം, ഒരു കാരണവശാലും ഇത് പിടിക്കപ്പെടരുത്. അത് മാത്രമല്ല, ഈ പ്ലാൻ നടപ്പിലാക്കി വരുമ്പോ ഇനി ഗൗരി പഴയതുപോലെ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വന്നാലോ എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, ഇത്തവണ ഗൗരിക്ക് ഒന്നും ചെയ്യാനാവില്ല. ഗംഗയ്ക്ക് ഈ പ്രാവശ്യം ഉണ്ടാകാൻ പോകുന്ന ആപത്തിനെ തടയാൻ ഒരു കാരണവശാലും ഗൗരിക്കാവില്ല. അത് 100% ഉറപ്പാണ് എന്ന് ശ്രേയ ദേവയാനിയോട് അറിയിച്ചു. ഉടനെ രാഹുൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അയാളോട് വരാൻ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാഹുൽ പോകുന്നു. പിറ്റേന്ന് രാഹുൽ പറഞ്ഞ് ആ ഇലക്ട്രീഷ്യൻ കൃത്യമായി കൈലാസത്തിലേക്ക് എത്തി. അയാൾ കോളിംഗ് ബെൽ അടിച്ചതും രാഹുൽ വേഗം വാതിലേക്ക് എത്തി. ആ വാ, അകത്തേക്ക് കയറി വാ, കാണിച്ചു തരാം സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഹൈമവതിയും ശ്രേയയും കൂടി മുന്നിലേക്ക് എത്തി. ഉടനെ രാഹുൽ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ആ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞപ്പോ ശ്രേയ ചോദിച്ചു, ഓ ഇപ്പൊ മനസ്സിലായി, അപ്പോ നമ്മുടെ ഇവിടുത്തെ പവർ സപ്ലൈയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വന്ന ആളാ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഹൈമവതി ചോദിച്ചു, എന്താണ് ഇന്ന് കാര്യമായിട്ടുള്ള പ്രശ്നമുള്ളത് എന്ന് ചോദിച്ച് ഹൈമവതി അരികിലേക്ക് എത്തി. അപ്പോഴേക്കും ഹൈമവതിയോട് ശ്രേയ പറഞ്ഞു, ഒക്കെ ഞാൻ പറഞ്ഞു തരാമേ, അമ്മ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ശ്രേയ ഹൈമവതിയെ വിളിച്ചുകൊണ്ട് പോണം. അതിനുശേഷം ശ്രേയ ഹൈമവതിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗംഗയ്ക്ക് അരികിലേക്ക് അവരെത്തി. ശ്രേയ ആ ഇലക്ട്രീഷ്യനുമായി അവിടെ എത്തിയതിനു ശേഷം പറഞ്ഞു, ഇതാണ് കിച്ചൺ, ഇവിടുത്തെ കിച്ചണിലാണ് പ്രശ്നമുള്ളത്. ഇവിടെ മിക്സി വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഷോക്ക് അടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഫ്രിഡ്ജിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവിടുത്തെയാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഗംഗ ചോദിച്ചു, അല്ല എന്താ ശ്രേയച്ചി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, മിക്സിയിൽ അരയ്ക്കുമ്പോഴും
ഈ ഫ്രിഡ്ജ് പിടിക്കുമ്പോഴും പലപ്പോഴും ഷോക്ക് അടിച്ചിട്ടുണ്ടെന്ന് സീമ പറഞ്ഞു. അതുകൊണ്ട് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചതാണ് എന്നറിയിച്ചു. വേഗം തന്നെ രാഹുൽ അവിടേക്ക് എത്തി. അതെ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കണം. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പദ്ധതി അതുപോലെ നടപ്പിലാക്കാൻ കഴിയുമല്ലോ അല്ലേ? പണി വേഗം തീർത്തിട്ട് ശമ്പളം വാങ്ങിച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞിടും. ഉടനെ ശ്രേയയുടെയും രാഹുലിന്റെയൊക്കെ പരുങ്ങല് കണ്ടപ്പോ സംശയത്തോടെ ഗംഗ ആലോചിച്ചു. സീമേച്ചി അങ്ങനെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഗംഗ നിൽക്കുമ്പോഴേക്കും ഹൈമവതിയും ശ്രേയയും ഉടനെ ഗംഗ അവിടെ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഗംഗയോട് വേഗം ശ്രേയ പറഞ്ഞു, അതെ, ഇവിടെ ഇയാള് നോക്കാൻ പോവല്ലേ, അപ്പോ അതെല്ലാം കഴിയുമ്പോഴേക്കും ഗംഗയെ വിളിക്കാം. അതുവരെ ഗംഗ പുറത്തു പോയി നിന്നു, അതാ നല്ലത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഗംഗ ശരി ശ്രേയച്ചി എന്ന് പറഞ്ഞ് അവിടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ശ്രേയ ഹൈമവതിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും രാഹുലിനോടും ആ ഇലക്ട്രീഷ്യനോടും കാര്യങ്ങൾ റെഡിയാക്കിക്കോളാനായി പറഞ്ഞു. ഉടനെ തന്നെ പുറത്തേക്ക് വന്ന ഹൈമവതി ശ്രേയോട് ചോദിച്ചു, എടി മോളെ, എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതെന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടും ശ്രേയ ഹൈമവതിയോട് പറഞ്ഞു, അമ്മേ, ആ ഗംഗയെ ഇല്ലാതാക്കാനായിട്ടുള്ള അവൾക്കെതിരെയുള്ള കെണിയില്ലേ, അത് ശരിയാക്കാൻ വന്ന ആളാണ് ആ ഇലക്ട്രീഷ്യൻ. അവളെ ഷോക്ക് അടിപ്പിച്ച് ഇന്നില്ലാതാക്കും. അതാണ് എന്റെ പദ്ധതി എന്ന് പറഞ്ഞതും ഹൈമവതി ചോദിച്ചു, എടി മോളെ, എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുകയെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് വേഗം തന്നെ ശ്രേയ അന്വേഷിച്ചതും ഹൈമവതി പറഞ്ഞു, പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, അവസാനം ഗംഗയെ ഷോക്ക് അടിപ്പിച്ച് കൊന്ന കുറ്റത്തിന് നമ്മൾ രണ്ടുപേരും ജയിലിൽ പോയി കിടക്കും, അതല്ലേ എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മ ഇങ്ങനെ മണ്ടത്തരം പറയാതെ, ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിന് ഇരയാകുന്ന വ്യക്തിയെയും ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അതിനും ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഹൈമവതി ചോദിച്ചു, ആരെയാ നീ ഇതിന് കുരുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മേ, ഞാൻ ഇതിന് ദേവാന്റിയെയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അത് കേട്ടതും ഹൈമവതി ചോദിച്ചു, ദേവയാനിയോ? അതെങ്ങനെ ശരിയാകും? ആളുകൾക്ക് ഇത് കേട്ടാലൊന്ന് വിശ്വസിക്കണ്ടേ? ദേവയാനിയെ ചുമ്മാ പറഞ്ഞ അവർ വിശ്വസിക്കുവോ എന്ന് ചോദിച്ചിട്ടും ശ്രേയ പറഞ്ഞു, എന്റെ അമ്മേ, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ദേവയാനി ആന്റി ഗംഗയെ മഹിയേട്ടൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ മഹിയേട്ടൻ ദേവയാന്റിയുടെ വാക്കുകൾ അനുസരിക്കാത്തതിന്റെ പേരിൽ ആ വിദ്വേഷം മനസ്സിലൊളിപ്പിച്ച് ഗംഗയെ ഇല്ലാതാക്കി. അത് തന്നെ കാരണം. അത് കേട്ട ഉടനെ ശ്രേയയുടെ ആ വാക്കുകൾ കേട്ട് ഹൈമവതിക്ക് വലിയ സന്തോഷമായി. എന്റെ പൊന്നുമോളെ, നിന്റെ ഈ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. കൊള്ളാം കൊള്ളാം, അപാര ബുദ്ധി തന്നെയാ. അങ്ങനെ പറയുമ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അതേ അമ്മേ, ഇതോടെ ദേവയാനിയെ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ തന്ത്രപരമായിട്ട് രാഹുലിനെയും ഇതിനകത്ത് ഇടപെടുത്തിയിരിക്കുന്നത്. അത് കേട്ട ഉടനെ ഹൈമവതി പറഞ്ഞു, എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ മോളെ, ആ ഗൗരി ഉണ്ടല്ലോ, അവളിതൊക്കെ കുഴപ്പത്തിലാക്കാൻ വന്നാലോ എന്ന് ഹൈമവതി അന്വേഷിച്ചതും ശ്രേയ പറഞ്ഞു, ഒരിക്കലും ഇല്ല. ഇന്നത്തെ ദിവസം ആ ഗൗരി ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ കുടുങ്ങാൻ പോകുന്നില്ല. അവൾക്ക് ഇന്നത്തെ ദിവസം ആരെയും രക്ഷിക്കാനാവില്ല, ഗംഗയെന്നല്ല ആരെയും തന്നെ എന്ന് ശ്രേയ പറയുമ്പോ ഹൈമവതി ചോദിച്ചു, ഇത്രയൊക്കെ ഉറപ്പ് നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, ഞാൻ ഇന്ന് ഗുരുവമ്മയുടെ ആശ്രമത്തിൽ പോയില്ലേ, ഗുരുവമ്മയുടെ ശിഷ്യ എന്നോട് പറഞ്ഞിരുന്നു ഒരു ദിവസം മാത്രം ഗൗരിക്ക് ശക്തി കുറവായിരിക്കുമെന്ന്, അല്ലെങ്കിൽ അവൾക്ക് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അത് അവൾ മരണപ്പെട്ട ആ ദിവസം തന്നെയാണ്. മരണപ്പെട്ട ആ നാള് വരുന്ന ദിവസത്തിൽ അവൾക്ക് ശക്തി ഇല്ലാതായിരിക്കും. അന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ തിരഞ്ഞെടുത്തത്. ഇന്ന് അവൾ മരണപ്പെട്ട ആ നാള് വരുന്ന ദിവസമാണ് എന്ന് ശ്രേയ ഹൈമവതിയോട് പറഞ്ഞു. ആ സമയത്ത് രാഹുലും ആ ഇലക്ട്രീഷ്യനും ചേർന്ന് കിച്ചണിൽ വേണ്ട രീതിയിൽ ആ ശ്രേയ പറഞ്ഞ പ്ലാൻ നടപ്പിലാക്കുന്നതിനായി ഒരുക്കങ്ങൾ നടത്തുന്നു. ആ സമയത്തായിരുന്നു ഗൗരിയുടെ ആത്മാവിനെ ഇന്ന് യാതൊരു രീതിയിലും ഗംഗയെ സഹായിക്കാനായി വരുത്താൻ കഴിയില്ലെന്നുള്ള ആശ്വാസത്തിൽ ശ്രേയ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിനു ശേഷം ഗംഗ അതെല്ലാം വിരിച്ചിടാനായി ടെറസിലേക്ക് പോയി. ഈ സമയത്ത് ആ ഇലക്ട്രീഷ്യൻ താൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ പവർ സപ്ലൈയുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അവർക്ക് കാണിച്ചു കൊടുത്തു. ടാപ്പിലേക്ക് ഡയറക്റ്റ് ആ ഷോക്ക് കിട്ടുന്ന രീതിയിൽ അവർ ഇലക്ട്രിസിറ്റി ശരിയാക്കി വെച്ചിരിക്കുന്നത് കണ്ട് വേഗം തന്നെ അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു ആ ഇലക്ട്രീഷ്യൻ. ഈ പൈപ്പിൽ ആരെങ്കിലും വന്ന് തൊട്ടാൽ ആ നിമിഷം ഹൈ ഡോസിലുള്ള ഷോക്ക് ഏൽക്കുമെന്നും പിന്നെ അയാളുടെ ജീവൻ അതോടെ നഷ്ടമാകുമെന്നും അയാൾ അറിയിച്ചു. അത് കേട്ടതോടെ രാഹുലിനും ശ്രേയയ്ക്കും ഹൈമവതിക്കുമൊക്കെ വളരെയേറെ സന്തോഷമായി.
ഉടനെ രാഹുൽ പറഞ്ഞു, കണ്ടോ ശ്രേയ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. ഇനി ശ്രേയക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ശ്രേയ അതിനുള്ള ക്യാഷ് രാഹുലിന്റെ കയ്യിലേക്ക് കൊടുത്തു. രാഹുൽ പറഞ്ഞു, എന്റെ കയ്യിൽ തരണ്ട, ഇതൊക്കെ നേരിട്ട് അങ്ങ് ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ശ്രേയ തന്നെ ആ ഇലക്ട്രീഷ്യന്റെ കയ്യിലേക്ക് പണം നൽകുന്നു. അയാളത് വാങ്ങിച്ചതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന് അയാൾ വീണ്ടും അന്വേഷിച്ചപ്പോഴേക്കും ഒരു കുഴപ്പവും തനിക്ക് ഉണ്ടാവില്ലെന്ന് രാഹുൽ അയാളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അയാളെ അവിടുന്ന് പറഞ്ഞയച്ചു കഴിയുമ്പോൾ ശ്രേയ രംഗ വന്നാൽ ഷോക്ക് അടിച്ച് അവിടെ വീഴാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് സന്തോഷത്തോടെ നിന്നു. രാഹുലും അപ്പോഴേക്കും ശ്രേയയുടെയും ഹൈമവതിയുടെയും ആ ചിന്ത മനസ്സിലോർത്തു. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ കാരണത്താൽ ശ്രേയയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ സ്വത്തുക്കളൊക്കെ മഹിയുടെ കൈക്കൽ നിന്ന് എനിക്ക് മാത്രം സ്വന്തമാക്കാം എന്ന് രാഹുൽ മനസ്സിൽ അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ശ്രേയയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. ശ്രേയ രാഹുലിനെ പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഹൈമവതിയോട് പറഞ്ഞു, ഇന്നത്തോടെ ആ അടുക്കളക്കാരിക്ക് ഈ കൈലാസം വീട്ടിൽ നിന്ന് വിട പറയാം. മര്യാദയ്ക്ക് ഇവിടെ ജോലിക്കാരിയായി വന്ന അവൾക്ക് ആ ജോലി മാത്രം ചെയ്താൽ പോരായിരുന്നോ? അവള് വീട്ടുകാരിയാകാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് അവൾ പടവാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അങ്ങനെ നിൽക്കുമ്പോൾ ഗൗരിക്ക് ഇന്നത്തെ ദിവസം സ്വതന്ത്രയായി ആരെയും രക്ഷിക്കാനാവില്ല എന്ന ഒറ്റ കാരണത്താൽ ഗൗരി ഈ ആപത്തറിഞ്ഞ ആ നിമിഷം തന്നെ കൊണ്ടൊന്നും ആവുന്നില്ലല്ലോ എന്നതിന്റെ വേദനയിൽ ആത്മാവ് വല്ലാതെ വിഷമിക്കുന്നു. ഈ സമയത്ത് ശ്രേയയും ഹൈമവതിയും കിച്ചണിലേക്ക് ഗംഗ മടങ്ങി വരുന്നതിനായി കാത്തിരുന്നു. ഇനി ഈ കിച്ചണിലേക്ക് വരേണ്ട താമസം മാത്രമേ ഗംഗയ്ക്കുള്ളൂ. അതോടെ അവളുടെ ഈ വീട്ടിലെ എന്നത്തേക്കുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ശ്രേയയും ഹൈമവതിയും ഗംഗയുടെ വരവും പ്രതീക്ഷിച്ച് കിച്ചണിൽ കാത്തു നിൽക്കുന്നു.